ആലിലെ താലി. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വലിച്ചിഴക്കുന്ന തുണിത്തരങ്ങൾക്കിടയിലും അവയിലൊന്നും മനസ്സുടക്കാതെ തെച്ചു നിന്നു. മോൾക്ക് ഇഷ്ടമായ ഡിസൈൻ പറഞ്ഞു കൊടുക്ക്. സ്നേഹത്തോടെ തന്നെ അവരെല്ലാം പറയുന്നുണ്ട്. ഹരിയെയും സുകന്യയും കൂടി മുകുന്ദൻ ഒപ്പം കൂട്ടി. ഇല്ലെന്ന് ഹരി ആവത് പറഞ്ഞിട്ടും മുകുന്ദൻ വിളിക്കുമ്പോൾ അയാൾക്ക് അധികം ബലം പിടിക്കാനും ആയില്ല. എന്തുപറ്റി തെച്ചു? ഒരു ഉഷാറില്ലാതെ കാവ്യ അരികിൽ വന്നിരുന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചേച്ചി. വരുത്തി കൂടിയ ചിരിയോടെ ദച്ചു അത് പറയുമ്പോൾ കാവ്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി. നമുക്കുള്ള സെലക്ട് ചെയ്യാം, ദച്ചുവിന് പിന്നെ എടുക്കാം അല്ലേ? കാവ്യ അത് പറയുമ്പോൾ അവരെല്ലാം അത് അംഗീകരിച്ചു. പിന്നെയും അവരെല്ലാം വർണ്ണങ്ങളുടെ കൂട്ടത്തിലേക്ക് അലിഞ്ഞു. സുകന്യയും ഉമയും സാരിയുമായി പിടിവലി കൂടിയപ്പോൾ കാവ്യയും ഇന്ദ്രനും കുട്ടികളുടെ സെക്ഷനിലേക്ക് വലിഞ്ഞു. ദേവിനുള്ള ഷർട്ട് നോക്കി അവൻ അവിടേക്ക് നീങ്ങിയപ്പോൾ വേണി കുഞ്ഞിനെയും കൊണ്ട് സോഫയിൽ കുത്തിയിരിക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു താല്പര്യമില്ലെന്ന് മട്ടിൽ. ഹരിയും മുകുന്ദന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു കോണിലിരിക്കുന്നു. അതിലൊന്നും പെടാതെ, എന്നാൽ അതാർക്കും മനസ്സിലാവാതെ ഉള്ളിൽ ഊറിക്കൂടിയ സങ്കടത്തിൽ നിന്നും പുറത്തു കിടക്കാൻ ദച്ചു ആവതും ശ്രമിക്കുന്നുണ്ട്. മനസ്സിനോട് ആ നിമിഷം അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഈ കാണിക്കുന്ന വികൃതിയിൽ വരില്ലെന്ന് പറഞ്ഞിട്ടും വരുമെന്ന് വെറുതെ മോഹിച്ചു പോയിരുന്നു. ആ കൂടെ ചേരാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അതൊന്നും പറഞ്ഞിട്ടും കൂട്ടാക്കാൻ ശ്രമിക്കാത്ത മനസ്സപ്പോൾ വാശിക്കാരൻ കുട്ടിയുടെ അതേ ഭാവത്തിലാണ്. മുന്നിലേക്ക് ഇടുന്ന അലസമായി നോക്കുന്നതിനിടെ തിരിഞ്ഞു നോക്കുമ്പോൾ ധൃതിയിൽ ഓടിക്കയറി വരുന്ന സൂര്യയെ കണ്ട നിമിഷം മുതൽ വീണ്ടും ഹൃദയം പതഞ്ഞു പൊങ്ങി. മുഖത്തെ ഭാവം മനോഹരമായൊരു ചിരിയിലേക്ക് വഴിമാറി. ഹരിയോടും മുകുന്ദനോടും എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ്റെ കണ്ണുകൾ നാലുപാടും ചുറ്റുന്നു ദച്ചു കണ്ടിരുന്നു. അതോടുവിൽ തൻ്റെ മുഖത്ത് പതിയുന്നതും ചിരിച്ചുകൊണ്ട് അവരോട് എന്തോ പറഞ്ഞിട്ട് നടന്നു വരുന്നതും കാണാൻ ദച്ചു പെട്ടെന്ന് തിരിഞ്ഞു നിന്നിരുന്നു. തൊട്ടരികിൽ അവൻ്റെ സാന്നിധ്യം, മനം മയക്കുന്ന അവൻ്റെ പെർഫ്യൂമിൻ്റെ കത്ത്. ഒന്നും എടുക്കാനാവാതെ ഒരാളിവിടെ ചുറ്റിത്തിരിയുന്നെന്ന് പറഞ്ഞു. കാവ്യടുത്തി ശരിയാണോ? അരികിൽ വന്നിട്ട് പതിയെ അവൻ ചോദിക്കുമ്പോൾ ദച്ചു പതിയെ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി. ചിരിച്ചുകൊണ്ട് സൂര്യ അവളെ നോക്കി. വരില്ലെന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുമെന്ന് മനസ്സിൽ വെറുതെ തോന്നിയതുകൊണ്ടാണ് ദച്ചു പതിയെ പറയുമ്പോൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചിട്ട് സൂര്യ അവളെ നോക്കി. പ്രാക്ടീസ് ഉണ്ടായിരുന്നടി, സൂര്യ പറഞ്ഞു. ദച്ചു ഒന്നും മിണ്ടാതെ അവനെ നോക്കി. തീർന്നിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടി ഓടി വന്നാ. ഞാൻ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇനി ഒന്നും എടുക്കാതിരിക്കേണ്ട, അവൻ അവളെ നോക്കി പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ വീണ്ടും തലതാഴ്ത്തി. പക്ഷേ എന്തോ സന്തോഷം തിരികെ വന്നിരുന്ന അവളിൽ. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ കേൾക്കാൻ വാ പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു. കളഞ്ഞുപോയ ഉന്മേഷം തിരികെ വന്നിരുന്നു ദച്ചുവിൽ. നീയല്ലേ വരില്ലെന്ന് പറഞ്ഞിരുന്നേ? സൂര്യയെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു. പറഞ്ഞിരുന്നു, പക്ഷെ പ്രാക്ടീസ് നേരത്തെ തീർന്നുകൊണ്ട് പോന്നാ. ചിരിച്ചുകൊണ്ട് തന്നെ സൂര്യ മറുപടി പറയുമ്പോൾ ദേവിൻ്റെയും കാവ്യയുടെയും കണ്ണുകൾ ദച്ചുവിൻ്റെ നേരെയായിരുന്നു. അവൾ സൂര്യയുടെ മറവിൽ ഒളിഞ്ഞു നിന്നു. പിന്നെയെല്ലാം പെട്ടെന്ന് തന്നെ നടന്നിരുന്നു. ആവേശത്തിൽ ഓരോന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് ദച്ചു. ശേഷം അവളുടെ കണ്ണുകൾ സൂര്യയുടെ നേരെ നീളും. കാശിമോനെ കയ്യിലെടുത്ത് നിൽക്കുന്ന സൂര്യയും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവനെത്തിയപ്പോൾ തിരിച്ചു കിട്ടിയ അവളുടെ സന്തോഷത്തിലേക്ക് അവരെല്ലാം അതേ മനസ്സോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഉമ എടുത്തു കൊടുത്ത വൈൻ കളർ സാരി തന്നിലേക്ക് ചേർത്തിട്ട് അവളുടെ കണ്ണുകൾ സൂര്യയുടെ നേരെ പാഞ്ഞു. സൂപ്പർ എന്ന് ചുണ്ടുകൊണ്ട് അവൾക്ക് തിരിച്ചറിയാൻ പാകത്തിന് പറഞ്ഞിട്ട് അവൻ കൈവിരൽ ഉയർത്തി കാണിച്ചു. നാണം പുരണ്ട അവളെ അത് പറഞ്ഞിട്ട് അവരെല്ലാം കളിയാക്കി ചിരിക്കുമ്പോൾ പോലും ഹൃദയം സുഖമുള്ളൊരു തണുപ്പിൽ പതിയെ മുങ്ങി നിവരും പോലെ. ഉച്ചയ്ക്ക് ശേഷമാണ് അവിടുന്ന് ഇറങ്ങാനായത്. നേരെ ജ്വല്ലറിയിലേക്കാണ് പോയത്. കുഞ്ഞു കരയുന്ന കാരണം പറഞ്ഞിട്ട് വെറുതെ ചൊറിയാൻ തയ്യാറെടുക്കുന്ന വേണിയെയും ദേവിനെയും ഉമ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അവരെല്ലാം ഡ്രസ്സ് എടുത്തിട്ടും ഒരുപാട് വലിച്ചു നിരത്തി. അവയിലൊന്നും തനിക്ക് പറ്റിയ ഡിസൈനിൽ നിന്ന് കാരണം പറഞ്ഞിട്ട് വേണി മാത്രം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അവർക്ക് എടുത്തതിൻ്റെ ഇരട്ടി വിലയുള്ള വേണം തനിക്കെടുക്കാൻ എന്നുള്ള അവളുടെ വാശി ശരിക്കും അറിയാവുന്ന ദേവ് അവളെ എടുക്കാൻ നിർബന്ധം പിടിച്ചതുമില്ല. ജ്വല്ലറിയിലെത്തി താലി തരാൻ ദച്ചുവിനെയും സൂര്യയെ ഏൽപ്പിച്ചു. നോക്കിയെടുക്കും, നിനക്ക് ഇഷ്ടമുള്ളത്. സൂര്യ ചിരിച്ചുകൊണ്ട് ദച്ചുവിനോട് പറഞ്ഞു. വേണ്ട, നിനക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടം. പറയുമ്പോൾ സൂര്യ അവളെ നോക്കി. ആ മുഖം നിറഞ്ഞ പ്രണയം, അവൻ്റെ ഹൃദയം കൂടി പ്രണയം നിറച്ചു. അവൻ ഓരോന്ന് തിരയുമ്പോൾ ദച്ചുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു നിർവൃതി. ഒടുവിൽ ഒരെണ്ണം കയ്യിലെടുത്തുകൊണ്ട് സൂര്യ അവളെ നോക്കി. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള അവനെയും നോക്കി. ഇത് കൊള്ളാലേ, ഓക്കെ അല്ലേ? അവൻ ചോദിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ദച്ചു തലയാട്ടി. എന്തിനാ കരയുന്നേ? സൂര്യ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ദച്ചു വേഗം മുഖം തുടച്ചു. പക്ഷേ കലങ്ങിയ മിഴികളിൽ കൂടി അവൻ അവളുടെ ഹൃദയം കാണാൻ കഴിഞ്ഞിരുന്നു.
അതിനുള്ളിൽ തിളച്ചു മറിയുന്ന സന്തോഷത്തിൻ്റെ കടലിനെയും. ആ സന്തോഷത്തിൻ്റെ നൂലിനറ്റം തൻ്റെ ഹൃദയവുമായി സൂര്യ വിളക്കി ചേർത്തു. അതുകൊണ്ട് അവളുടെ മിഴികളിൽ തെളിയുന്ന അതേ തിളക്കം അവനിലും ഉണ്ടായിരുന്നു. ബന്ധുക്കളെല്ലാം തലയിൽ തന്നെ വന്നിരുന്നു. പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ പേരിൽ ഹരിയോട് ചെറിയ നീരസം ഉണ്ടായിരുന്നു എല്ലാവർക്കും. എൻഗേജ്മെൻറ്റ് പോലും പറഞ്ഞില്ലെന്ന പരാതി വേറെ. ദച്ചുവിൻ്റെ വിവാഹം അവരെല്ലാം കാത്തിരുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ യാതൊരു പരാതിയും കൂടാതെ ഹരി അവരുടെ മനസ്സിലെ ചെറിയൊരു പരിഭവം പോലും പറഞ്ഞിരുത്താൻ ശ്രമിച്ചപ്പോൾ ആ കൂടെ നിൽക്കുക എന്നല്ലാതെ അവരുടെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. സുകന്യയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. അവളുടെ അനിയൻ സുഭാഷ് അമേരിക്കയിൽ ജോലിയാണ്. ഫാമിലി അടക്കം അവിടെയാണ്. അവരെല്ലാം എത്തിയിരുന്നു. ഹരിയുടെ തീരുമാനം വളരെ പെട്ടെന്നായി എന്നും 2 ആൺമക്കളുടെ അച്ഛനായ തനിക്ക് മകളെപ്പോലെ ആഘോഷിക്കണമെന്ന് കരുതിയിരുന്നാണ് ദച്ചുവിൻ്റെ വിവാഹം എന്നതും തെല്ലൊരു ദേഷ്യത്തോടെ തന്നെ സുഭാഷ് പറഞ്ഞപ്പോൾ ഹരിക്ക് ഇത്തിരി പോലും സങ്കടം തോന്നിയില്ല. കാരണം ദച്ചു അവരുടെ എല്ലാം ഓമനയായിരുന്നു എന്ന് തന്നെ. സുഭാഷിനോട് സുകന്യയുടെ അസുഖത്തിനെ കുറിച്ച് പറയണോ വേണ്ടേ എന്നൊരു പിടിവലി നടന്നിരുന്നു ഹരിയുടെ മനസ്സിൽ. പറഞ്ഞാലും ഇല്ലേലും ഒരു കുറ്റപ്പെടുത്തൽ ബാക്കിയുണ്ടാവാം. പറയുന്നതുകൊണ്ട് ചിലപ്പോൾ അവൻ്റെ മുഖഭാഗത്തിൽ നിന്ന് സുകന്യ അത് മനസ്സിലാക്കിയാലോ എന്നൊരു പേടിയും ഉണ്ടായിരുന്നു. പിന്നെ പറയേണ്ടെന്നൊരു തീരുമാനം ഹരി എടുത്തു. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിച്ച് ആ മുഖത്തെ സന്തോഷം കാണാനായിരുന്നു എന്ന് ഹരി സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹരിയുടെ 2 സഹോദരിമാരും അവരുടെ കുടുംബവും ഏട്ടനും അനിയനും കുടുംബവും പിന്നെയും ഒരുപാട് ബന്ധുക്കൾ, പരിചയക്കാർ, നാട്ടുകാർ, അങ്ങനെ വീട്ടിൽ മുഴുവൻ ആളുകൾ നിറഞ്ഞു. വീട്ടിൽ നിന്ന് കുറച്ച് മാറി ടൗണിലാണ് ഓഡിറ്റോറിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിരക്കിൽ അലിയുമ്പോഴും ഹരിയുടെ കണ്ണുകൾ സുകന്യയെ ചുറ്റിപ്പറ്റി തന്നെ ആയിരുന്നു. ഈ തിരക്കിനിടയിൽ ഓടിപ്പണഞ്ഞിട്ട് വീണു പോവാതെ അവളെ തിരികെ കിട്ടണേ എന്നയാൾ ഓരോ ശ്വാസത്തിലും പ്രാർത്ഥന നടത്തി. മറ്റന്നാളാണ് പാർട്ടി. കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ലണ്ടനിൽ അവൻ പഠിച്ചിറങ്ങിയ കോളേജിലെ പ്രൊഫസർ. അയാളോട് അവൻ സുകന്യയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞു അയാൾ. പേര് കേട്ട ആളാണ്. ആ കൈ പിടിച്ചിട്ട് എത്രയോ ആളുകൾ തിരികെ ജീവിതത്തിലേക്ക് നടന്നു കയറിയിട്ടുണ്ടെന്ന് കൂടി പാർത്തി പറയുമ്പോൾ ഹരിയിൽ പ്രതീക്ഷകൾ മുട്ടിട്ട് തുടങ്ങി. പാർട്ടി കൂടെ വരുന്നു എന്നത് ഹരിയുടെ വലിയൊരു ആശ്വാസം തന്നെയാണ്. നിന്റെ ഈ വാടിയ മുഖം എല്ലാവരും സംശയിക്കാൻ കാരണം കേട്ടോ ഹരി. അല്ലെങ്കിൽ തന്നെ ധൃതി പിടിച്ചിട്ട് കല്യാണം നടത്തുന്നതിന് ചില്ലറയൊന്നുമല്ല എതിർപ്പുള്ളത്. ഇനി ഈ മോന്ത കൂടി കാണുമ്പോൾ പൂർത്തിയായി. അരികിൽ വന്നിട്ട് പാർത്തി പറയുമ്പോൾ ഹരിയിലൊരു വിളറിയ ചിരി വിരിഞ്ഞു. ഒന്നല്ല, അനേകം ദുഃഖങ്ങളാണ് ഹൃദയം മുഴുവനും. എല്ലാം ഒന്നിനൊന്ന് മികച്ച രീതിയിൽ തന്നെ വേദനിപ്പിക്കാൻ മിടുക്കുള്ളവ. ദച്ചു ഏറെ കൊതിച്ച നിമിഷമാണ് വരാൻ പോകുന്നത്. അവളുടെ അച്ഛൻ എന്ന നിലയിൽ താനും. പക്ഷേ ഇനി അങ്ങോട്ട് അവളിൽ പൂർണ്ണമായും അവകാശം സൂര്യ കാണുന്ന ഓർക്കുമ്പോൾ എത്ര അമർത്തിയിട്ടും നോവ് പൊടിയും. സന്തോഷം തന്നെയാണ്, പക്ഷേ സങ്കടമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ചിരിച്ചുകൊണ്ട് ഓരോ നിമിഷവും ആഘോഷിക്കുന്ന സുകന്യയെ കാണുമ്പോൾ വീണ്ടും വീണ്ടും വേദനിക്കും. നിറഞ്ഞ കണ്ണുകൾ തോളുകൊണ്ട് തുടച്ചിട്ട് ഹരിവേഗ അവിടുന്ന് പോയി. എന്തുപറ്റി വയ്യേ? മുറ്റത്തെ പാളത്തിലേക്ക് നോക്കിക്കുന്ന സുകന്യയുടെ അരികിൽ പോയി ഹരി ചോദിക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾക്കൊപ്പം നമുക്കൊരാൾ കൂടി വേണമായിരുന്നു, അല്ലേ ഹരിയേട്ടാ? അവൾ ഇറങ്ങിപ്പോകുമ്പോഴുള്ള ആ വിടവ്, അത് നികത്താൻ. ദച്ചുവിനെ നോക്കി സുകന്യ പറയുമ്പോൾ ഹരി ചിരിച്ചു. ഒരാൾക്ക് പകരം എങ്ങനെയാണോ വേറൊരാൾ? അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ നിന്റെ സന്തോഷത്തിൻ്റെ അവസാന വാക്കാ നമ്മുടെ മകള്. അവൾ ഒഴിച്ചിടുന്ന വിടവ് അത് എന്നും അങ്ങനെ തന്നെ നിൽക്കും. ഹരി പറയുമ്പോൾ സുകന്യ വീണ്ടും ദച്ചുവിനെ നോക്കി. ആൾക്കൂട്ടത്തിന് നടുവിൽ ചായങ്ങൾ കൊണ്ട് നിറഞ്ഞ ചിരിയോടെ സന്തോഷത്തിമിർപ്പിൽ ദച്ചു. സുഖം പകർന്നു നൽകുന്ന കാഴ്ചയാണ് അവളുടെ മുഖത്തെ ആഹ്ലാദത്തിൻ്റെ ചിരി. ഹരി വീണ്ടും സുകന്യയെ നോക്കി. ദച്ചുവിനെ നോക്കുന്ന അവളുടെ ചുണ്ടിലും ഹരി ആ ചിരി കണ്ടിരുന്നു. അവളില്ലായ്മയെ നീ വെറുക്കുന്നുവെങ്കിൽ നീ ഇല്ലായ്മയെക്കുറിച്ച് ഓർത്ത എൻ്റെ പേടി മുഴുവനും. ഹരിയുടെ ഹൃദയം പതിയെ പറയുന്നുണ്ട്. നീട്ടിപ്പിടിച്ച കയ്യിലെ മൈലാഞ്ചി ചുവപ്പിലേക്ക് നോക്കുമ്പോഴൊക്കെയും അതിനേക്കാൾ ചുവപ്പ് ദച്ചുവിൻ്റെ കവിളിൽ പടർന്നു കയറി. ആരവങ്ങൾക്ക് തൽക്കാലം ഒരിടവേള കിട്ടിയതുപോലെ എല്ലാവരും ഉറങ്ങാൻ കിടന്നു. ആഘോഷങ്ങൾ അതിരാവിലെ തന്നെ തുടരണമെന്ന പ്ലാൻ കൂടിയായിരുന്നു അതിന് പിന്നിൽ. കസിൻസായിട്ട് ഒരുപാട് എണ്ണമുണ്ട്. പാട്ടും കൂത്തുമായിട്ട് 2 നാൾ മുന്നേ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദിവസം മിനിറ്റുകളുടെ വേഗത്തിൽ ഓടിച്ചു പോയതുപോലെ ഇനി നാളെയാണ് അവരുടെ ആഘോഷങ്ങളുടെ കലാശക്കൊട്ട്. ഉറങ്ങിയില്ല ദച്ചു? തോളിൽ പിടിച്ചുകൊണ്ട് അനുമതി ചോദിക്കുമ്പോൾ ദച്ചു തിരിഞ്ഞു നോക്കി. 2 ദിവസമായിട്ട് നിഴൽ പോലെ തൻ്റെ കൂടെയുണ്ട്. മറ്റാരെയും ഒന്നിനെ അടുപ്പിക്കില്ലെന്നൊരു വാശി പോലെ, അതവളുടെ അവകാശമാണെന്ന പോലെ. ഉറക്കം വരുന്നില്ല. ദച്ചു മുഖം കുനിച്ചിട്ടാണ് പറഞ്ഞത്. ടെൻഷനുണ്ടോ?
അവളുടെ അരികിൽ വന്നിട്ട് കമ്പിയിൽ പിടിച്ച് അകലേക്ക് നോക്കി അനുമതി ചോദിക്കുമ്പോൾ ദച്ചു ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. ഇതൊക്കെ സാധാരണ അടി. 1-2 ആഴ്ച കഴിയുമ്പോൾ നീ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പഠിക്കും. വെറുതെ ആലോചിച്ച് ടെൻഷനാവില്ലേ? നിന്റെ മുഖം വാടിയാൽ പിന്നെ അങ്കിളും ആൻറ്റിയും കൂടി ടെൻഷനാവും. ഇതിപ്പോൾ നിനക്ക് വേണ്ടി പിടിച്ചു നിൽക്കുക. അനു പതിയെ പറയുമ്പോൾ ദച്ചു വന്ന് മൂളി. നിനക്ക് സങ്കടമുണ്ടോ അനു എന്നെ പിരിയാൻ? ദച്ചു ചോദിച്ചു. അനു ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു. ദച്ചു തലചരിച്ചുകൊണ്ട് അവളെ നോക്കി. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ നുണയാണ്. പക്ഷെ അതിനേക്കാൾ സന്തോഷമുണ്ട്. നിന്റെ പ്രണയം പൂവണിഞ്ഞല്ലോ. ആ കാര്യം ഓർക്കുമ്പോൾ നിന്റെ അത്രയും എനിക്കും സന്തോഷമുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ നടന്ന വഴി ഞാൻ ഒറ്റക്കാണ്. 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ പഠിക്കാൻ. എന്നിട്ടും ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത് ഓർക്കുമ്പോൾ ഒരു ശൂന്യത പോലെ. അതിനെ ഒരുപാട് വേദനിപ്പിക്കുന്നു. അതിന് വേഗം മുഖം തുടച്ചു. പക്ഷേ എനിക്ക് നീ സന്തോഷമായിരിക്കുന്ന കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സങ്കടം എനിക്ക് കേൾക്കില്ല. ചിരിച്ചുകൊണ്ട് തന്നെ അനുത് പറയുമ്പോൾ ദച്ചു അവളെ തന്നെ നോക്കി. മതി, ഇനിയും പറഞ്ഞ് വെറുതെ സെൻഡിയാവും. നീ വന്ന് കിടക്ക്. നാളെ വെളുപ്പിന് ബ്യൂട്ടീഷ്യൻ വരും. പിന്നെ ഉറക്കുന്നില്ലാത്ത നീ ഭയങ്കര ബോറായിരിക്കും. അനി തന്നെ ഉറക്കഭ്രാന്തിയല്ലേ? അനു അവളെ പിടിച്ചുകൊണ്ട് പോയി. ദച്ചുവിൻ്റെ മുറിയിലാണ്. ബാക്കി സ്ഥലമെല്ലാം ആളുകൾ കൈയടക്കി പോയിരുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഉറക്കെ എത്തി നോക്കുന്നില്ലെന്ന് തോന്നി ദച്ചുവിന്. അനുവിൻ്റെ നേരത്തെ ശ്വാസം. അവൾ ഉറങ്ങിയെന്നറിയിച്ചിട്ടും ദച്ചുവിന് ഉറങ്ങാനായില്ല. അവൾക്ക് സൂര്യ ഓർമ്മ വന്നു. അവൻ ഇന്നലെ മുതൽ വിളിച്ചിട്ടില്ല. തിരക്കിൽപ്പെട്ടുകൊണ്ടായിരിക്കും. ഇത്തിരി ദിവസങ്ങൾ മാത്രമാണ് ഒരുക്കങ്ങൾ നടത്താൻ കിട്ടിയത്. അതിനുള്ളിൽ ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ. അതിൻ്റെ ഓട്ടത്തിലായിരിക്കും. ദച്ചു വീണ്ടും എഴുന്നേറ്റു. തൊട്ടരികിലെ ഫോൺ എടുത്തിട്ട് പതിയെ സൂര്യയുടെ നമ്പർ എടുത്തു. അപ്പോഴും വിളിക്കണമെന്ന് തീർച്ചപ്പെടുത്താനായില്ല. സമയം 11 കഴിഞ്ഞു. ഉറങ്ങിയോ ആവോ? ആ ശബ്ദമൊന്നും കേൾക്കാതെ ഇന്ന് സമാധാനം കിട്ടിയെന്ന് തോന്നിയത് കൊണ്ട് തന്നെ കുതിക്കുന്ന ഹൃദയമിടിപ്പോട് ദച്ചു അവൻ്റെ നമ്പർ കോളിലിട്ടു. ഒരു റൗണ്ട് മുഴുവൻ കഴിഞ്ഞിട്ട് ഫോൺ എടുക്കുന്നില്ല. ഉള്ളിലെ ഭാരം ഒന്നുകൂടെ കൂടിയതുപോലെ. വിളിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അവൾക്ക്. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ്റെ ചിരിച്ച മുഖം തെളിയിച്ചുകൊണ്ട് ഫോണിലേക്ക് അവൻ്റെ വിളിയെത്തി. ദച്ചുവിന് കരച്ചിലാണ് വന്നത്. കാരണമറിയാത്തൊരു കരച്ചിൽ അവളെ വല്ലാതെ ഉലയിച്ച് കളഞ്ഞു. 2 പ്രാവശ്യം സൂര്യ ഹലോ പറഞ്ഞിട്ടും അവൾക്ക് മിണ്ടാനായില്ല. ദർശന? അടുത്ത വിളിയിൽ അവൾ പതിയെ മൂളി. മറുവശം കൂടി മൗനം ഏറ്റെടുത്തു. എന്തിനാ കരയുന്നേ? അവൻ ചോദിക്കുമ്പോൾ തീർത്തും കെട്ടുപൊട്ടിയ പോലെ അവളെ കരച്ചിൽ കീഴ്പ്പെടുത്തി. എന്തിനെന്ന് അവന് പറഞ്ഞു കൊടുക്കാൻ അവൾക്കും അറിയില്ലായിരുന്നു. ഇത്തിരി നേരം അവൾക്ക് കരയാനുള്ള സമയം കൊടുത്തെന്ന പോലെ സൂര്യ ഒന്നും മിണ്ടാതെ നിന്നുപോയി. നേരത്തെ ശ്വാസം മാത്രം കേൾക്കാൻ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ചു നോക്കി. ഞാൻ വിളിക്കാം, നീ പോയിട്ട് മുഖക്കൊന്ന് കഴുകി ഉഷാറായി വാ. സൂര്യ തന്നെ ഫോൺ കട്ട് ചെയ്തു. ദച്ചു അവൻ പറഞ്ഞ പോലെ ബാത്റൂമിൽ കയറി മുഖം നന്നായി കഴുകി തുടച്ചിട്ട് മുറിയിലെ ജഗ്ഗിൽ നിന്ന് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. തെല്ലൊരു ആശ്വാസം കിട്ടിയതുപോലെ മനസ്സിലെ പകുതി ഭാരം ഒഴിഞ്ഞുപോയി. വീണ്ടും ഫോൺ അടിച്ചപ്പോൾ അവൾ അതെടുത്തുകൊണ്ട് വീണ്ടും ബെഡിലിരുന്നു. ഓക്കെ ആയോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവൻ തുടങ്ങിയത്. അതേന്ന് അവൾ പറഞ്ഞു. സങ്കടമുണ്ടോ? വീണ്ടും അവൻ ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ ഫോണിൽ പിടിമുറുക്കി. എനിക്കറിയാം ദർശന, പക്ഷേ എൻ്റെ അരികിലേക്കല്ലടോ വരുന്നത്. നീ ഏറെ കൊതിച്ചു പോയതല്ലേ? കാതോട് ചേർന്നിട്ട് സൂര്യ അത് പറയുമ്പോൾ ദച്ചു പതിയെ മൂളി. പിന്നെ ഒന്നും മിണ്ടാതെ രണ്ടാളും. അപ്പുറം ഫോൺ കട്ടായി പോകുന്നു. ഒട്ടൊരു ഹൃദയവേദനയോടെ ദച്ചു അറിഞ്ഞു. കരഞ്ഞുകൊണ്ടായിരിക്കും പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ ഫോൺ വെച്ചിട്ട് പോയത്. വിളിക്കണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ആ തോന്നൽ അവളെ കാർന്ന് തിന്നാൻ തുടങ്ങി. ഫോൺ മാറ്റി വെച്ചിട്ട് അവൾ അവിടെ തന്നെ ഇരുന്നു. രാത്രി ഒരുപാട് വളർന്നിട്ടും ഇത്തിരി പോലും ഉറക്കം വരാതെ ദച്ചു അതേ ഇരിപ്പിൽ തന്നെ ആയിരുന്നു. വീണ്ടും ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ കൈ നീട്ടി അത് എടുത്തു നോക്കി. പുറത്തിറങ്ങിയോ? ഞാനിവിടെ ഉണ്ട്. അങ്കിളിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സൂര്യയാണ്. അവൾക്ക് അതിശയം തോന്നി. ഓടിപ്പിടഞ്ഞ് വരാൻ വേണ്ടിയാണ് അവനൊന്നും മിണ്ടാതെ ഫോൺ വെച്ചിട്ട് പോയത്. ദച്ചു അനുവിൻ്റെ നേരെ നോക്കിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. പൊതിഞ്ഞു നിന്നിരുന്ന അസ്വസ്ഥയുടെ മൂടുപടം പൊഴിഞ്ഞു വീണിരുന്നു. അപ്പോൾ അവൾ വല്ലാത്തൊരു ഉത്സാഹത്തിൽ വാതിൽ ചാരിയിട്ട് അവൾ സ്റ്റെപ്പ് ഇറങ്ങി ഓടിച്ചെന്നു. ആളിലൊന്നും വെളിച്ചമില്ല. എല്ലാവരും ഉറക്കത്തിൻ്റെ നീരാളിപ്പിടിയിലാണ്. പുറത്തുള്ള വെളിച്ചത്തിൻ്റെ നേർത്ത നിഴൽപ്പാളികളെ കൂട്ടിപ്പിടിച്ച് ദച്ചു വേഗം വാതിൽ തുറന്നു. എവിടെയാ സൂര്യ? കാതോട് ചേർത്തിരിക്കുന്ന ഫോണിൽ ദച്ചു ആവേശത്തിൽ ചോദിച്ചു. ഗേറ്റിനരികിൽ, ഇങ്ങോട്ട് വാ. ആ ആവേശം മനസ്സിലായതുപോലെ പതിഞ്ഞൊരു ചിരിയോടെ സൂര്യ അത് പറയുമ്പോൾ ഉള്ളിലെ സന്തോഷം കാലുകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. കിതച്ചുകൊണ്ട് അവൻ്റെ
ദച്ചുവിനെ നോക്കി സൂര്യ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു. ഇപ്പോഴോ? അവൾ ചോദിച്ചു. ഇപ്പോഴെന്താ കുഴപ്പം? ബൈക്കിൽ റൗണ്ട് അടിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. നീ ഇങ്ങോട്ട് കയറിയിരിക്കും ദർശന. സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല പപ്പ പറഞ്ഞിട്ട്. ദച്ചു വീണ്ടും വീടിൻ്റെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഇപ്പോൾ വരുന്നുണ്ടല്ലയോ? സൂര്യ വീണ്ടും പറയുമ്പോൾ ഗേറ്റ് ചാരിയിട്ട് ദച്ചു വേഗം കയറിയിരുന്നു. സൂര്യ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പാതിരാ കാറ്റിൻ്റെ വശ്യമായ തണുപ്പ് നിറഞ്ഞ തെരുവോരങ്ങൾ അരണ്ട മഞ്ഞ വെളിച്ചത്തിൽ വിജനമായിരുന്നു, എങ്കിലും മനോഹരം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.